വടക്കൻ കേരളത്തിലെ ഏക സംവരണ മണ്ഡലമായ ആലത്തൂർ LDFന്റെ ഉറച്ച കോട്ടയാണ്. KR നാരായണനിലൂടെ ഒരു കാലത്ത് കോൺഗ്രസ് തിരിച്ചുപിടിച്ചെങ്കിലും കാൽ നൂറ്റാണ്ടായി CPIM MPമാർ മാത്രമാണ് ആലത്തൂരിന്റെ ശബ്ദം. ഹാട്രിക് ജയം തേടി ഇറങ്ങുന്ന ഡോക്ടർ PK ബിജുവിനെ മറിച്ചിടാൻ UDF രംഗത്തിറക്കിയിരിക്കുന്നത് രാഹുൽ ബ്രിഗേഡായ രമ്യ ഹരിദാസിനെയാണ്. വോട്ട് വിഹിതം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ തവണ BJPക്ക് സാധിച്ചിരുന്നു എന്നതുകൂടി ഓർമ്മിക്കണം. പുലിമടയിൽ ആലത്തൂർ. പാലക്കാടും തൃശൂരും ചേർന്ന് കിടക്കുന്ന മണ്ഡലം. പഴയ ഒറ്റപ്പാലം മാറി ആലത്തൂരായ മണ്ഡലം. അടിമുടി ഇടതു മനസ്സാണ് ആലത്തൂരിന്. അതെല്ലാ കാലത്തും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി യുവജന നേതാക്കളെ പാർലമെന്റിലേക്ക് പറഞ്ഞയക്കുന്നതിലും ഒരു മടിയും കാണിച്ചിട്ടില്ല ആലത്തൂരുകാർ. യുവാവായ AK ബാലനും വിദ്യാർത്ഥി നേതാക്കളായ S ശിവരാമനും PK ബിജുവും ആലത്തൂർ വഴി ലോക്സഭയിലെത്തി. പല പേരുകളും ചർച്ചയിൽ ഉയർന്നു വന്നെങ്കിലും PK ബിജുവിന് മൂന്നാം ഊഴം നൽകാൻ പാർട്ടി തീരുമാനിച്ചു. മുൻ തെരഞ്ഞെടുപ്പുകളെക്കാളെല്ലാം വ്യത്യസ്തമായി വലിയ പങ്കാളിത്തമാണ് എല്ലാ പ്രദേശങ്ങളിലും ഉള്ളത്. ചുവരെഴുത്തുകൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ കാണുന്നതിനേക്കാൾ കൂടുതലായി ഇന്ന് മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ ആവേശത്തോടു കൂടി ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുകയാണ്. KR നാരായണൻ രാഷ്ട്രീയത്തിലിറങ്ങുകയും അതുവഴി രാഷ്ട്രപതി ഭവനിലെത്തുകയും ചെയ്തത് ആലത്തൂരിൽ നിന്നായിരുന്നു. AK ബാലനെ തോൽപ്പിച്ച് ആദ്യമായി MP ആയ KR നാരായണൻ 3 തവണ ആലത്തൂരിനെ പ്രതിനിധീകരിച്ചു. പിന്നീടൊരു തിരിച്ചുവരവ് കോൺഗ്രസിനുണ്ടായില്ല. കുന്നംകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ രമ്യ ഹരിദാസ് വലിയ ചലനം ഉണ്ടാക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ വഴി നീളം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആലത്തൂരിന്റെ മണ്ണ് UDFനാണ് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്നെത്തി കോട്ട കാക്കുന്ന ബിജുവിന് പകരം ഡൽഹിക്ക് വണ്ടി കയറാൻ കോഴിക്കോട് നിന്നെത്തുന്ന രമ്യയ്ക്കാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ ഡെസ്ക് 24.